അപ്പം നമ്മളെല്ലാവരും സത്യശീല സാറിനെ പരിചയപ്പെട്ട് കഴിഞ്ഞു. നമ്മുടെ നാടിനെ രക്ഷിക്കാൻ നമുക്കൊരു ധൈര്യമായിട്ടാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പം നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ പുലി 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 എന്ന് പറഞ്ഞ് പണ്ടൊക്കെ പലരും അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നുള്ളത് മാത്രമായിരുന്നു. ഇപ്പോൾ പക്ഷേ ആ പ്രശ്നം വളരെ രൂക്ഷമായിട്ട് മാറിയിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും പുലിയുടെ കാൽപ്പാടുകൾ കണ്ടവരുണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ കോഴിയായും ആടായും ഒക്കെ നമ്മുടെ നാട്ടിലെ പല വീടുകളിൽ നിന്നും നഷ്ടങ്ങൾ ഉണ്ടായത് ഇപ്പോൾ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. പുലിയെ കണ്ടു എന്ന് പറയുന്നവരുടെ എണ്ണം തന്നെ കൂടി വന്നിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഒരു പുലിയെയും നമ്മുടെ പഞ്ചായത്തിനെ വെറുപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ടാണ് നമ്മൾ സത്യശീലൻ സാറിനെ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അപ്പം ഈ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് എന്ന നിലയിലാണ് അടിയന്തരമായി ഈ സമയത്ത് ഇങ്ങനെ ഒരു കൂടിച്ചേരൽ ഉണ്ടായിരിക്കുന്നത്. ഇനി നമുക്ക് സാറിനെ ക്ഷണിക്കാം. സാർ, ഞാന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. എന്താന്ന് വെച്ചാല് കാട്ടിലിപ്പോ കാട്ടാന, ഈ കാട്ടുപോത്ത്, അങ്ങനെയൊക്കെയുള്ള ഭയങ്കര വന്യമായിട്ടുള്ള ജീവികളുണ്ടല്ലോ, അതും ഈ വീട്ടില് നമ്മുടെ വളർത്തുന്ന മൃഗങ്ങളും തമ്മിൽ ഭയങ്കര മാറ്റമുണ്ട്. അതിലിപ്പോ ഈ പുലിനെയാണ് നമ്മൾ ഏറെ പേടിക്കേണ്ടത്. പുലിയുടെ ഒരു കാര്യം പറഞ്ഞപ്പോ എനിക്ക് വേറൊരു ഒരു കഥ ഉണ്ടായതുണ്ട്. അതായത് ഞാൻ അറിയണ ആൾ തന്നെയാണ്. അപ്പോ പുള്ളിക്ക് കാട്ടില് ഫോറസ്റ്റുകാരനാ, മൂപ്പർക്ക് ഒരു പുലിക്കുട്ടിയെ കിട്ടി. പുലിക്കുട്ടീനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അതിന് തേനും പാലും ഇറച്ചിയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ വളർത്തി. മൂപ്പര് പേരിട്ടു കുട്ടു 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 എന്നൊരു പേരിട്ടിട്ട് വളർത്തി. ഒത്ത പുലിയൊക്കെ ആയപ്പോ ഇതിനെ കൂട്ടിലടച്ചിട്ട് തന്നെയാണ്, പുറത്തേക്ക് വിടുന്നില്ല. ഈ നമ്മുടെ ഗവൺമെന്റ് ഫോറസ്റ്റുകാരൊക്കെ അറിഞ്ഞു ഇത് വലിയ പ്രശ്നമായി. അപ്പൊ ഇയാള് പിന്നെ മാർഗമൊന്നുമില്ലല്ലോ, അയാൾ ആ പുലിനെ കാട്ടിലേക്ക് തുറന്നാണ് വിട്ടു. പുലി പോയി. ഇയാൾക്ക് ഭയങ്കര മനോവിഷമം. മൂപ്പര് അവിടുന്ന് ട്രാൻസ്ഫർ ഒക്കെ വാങ്ങി വേറെ വഴിക്ക് പോയി. പിന്നെ വേറെ എവിടെ വയനാടോ എവിടെയൊക്കെയോ പോയി അവിടെയൊക്കെ ജോലി ചെയ്ത് പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് തോന്നി എന്നാ ഇനി ആ പഴയ സ്ഥലത്തു കൂടെ ഒന്നങ്ങോട്ട് ട്രാവൽ ചെയ്ത് കളയാമെന്ന് തോന്നി. പുള്ളിയുടെ കുടുംബവും കുട്ടികളൊക്കെ പാടായിട്ട് ഒരു ട്രാവലിംഗ് ആ വഴിക്കുണ്ടായി. അപ്പോ റോഡ് വഴി വണ്ടി ഇങ്ങനെ വരുമ്പോ പുലി തമ്പുലി അങ്ങനെ പുലി തൊട്ട മുമ്പില്, വണ്ടിയുടെ മുമ്പില് ഇയാള് വണ്ടി ചവിട്ടി നിർത്തി. അപ്പൊ പുലിയുടെ ഇവിടെ ഒരു പണ്ട് ഈ വളർത്തുന്ന സമയത്ത് ഒരു വെട്ടുണ്ടായിട്ടുണ്ട്, അതിന്റെ പാടുണ്ട്. ഈ വെട്ട് കണ്ടപ്പോ കുട്ടി പറഞ്ഞു, അച്ഛാ നമ്മുടെ ടുട്ടുപുലിയാണത്, നമ്മുടെ ടുട്ടുപുലിയല്ലേ അത് എന്ന് പറഞ്ഞു. അച്ഛൻ നോക്കി നോക്കുമ്പോ കറക്റ്റാ. ഇയാൾക്ക് പിന്നെ സന്തോഷം പറഞ്ഞറിയിക്കണ്ടോ, വളർത്തിയതല്ലേ. കുറച്ച് കഴിഞ്ഞ പുലി ഇങ്ങനെ അടുത്തേക്ക് വന്നിട്ട് ഈ ഡോറിലൊക്കെ ഇങ്ങനെ മുട്ടി ഉരുപ്പി, കുട്ടികളൊക്കെ ചെയ്യണ പോലെ ഇങ്ങനെ ഉരുപ്പി നാവോണ്ടൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ നിൽക്കുക പുലി. ഭയങ്കര സ്നേഹം. അപ്പൊ എന്തേ കാട്ടി, ഈ അച്ഛനും അമ്മയൊക്കെ വരുമ്പോ കുട്ടികളൊക്കെ വേഗം ഡോറൊക്കെ ഇങ്ങോട്ട് വലിച്ചു തുറന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പുലിയുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നു. പുലിയുടെ അടുത്തേക്ക് വന്നോട് കൂടിയിട്ട് എന്താ, പുലി അച്ഛനും അമ്മേനെയും നാട്ടേന് വലിച്ചു കയറി. ബാക്കിയുള്ള ആ കുട്ടികളെയും കൂടിയാണ് സാപ്പിട്ടു. എന്നിട്ട് നേരെ കൊണ്ടാതെ കാട്ടിലേക്ക് ഒരൊറ്റ കയറി പോകുന്നത്. ഇപ്പൊ എന്തിനാ ഞാനിത് പറഞ്ഞത്, ഇത്ര ഒരു വൃത്തികെട്ട ജന്തുവാണ് ഈ പുലി. മറ്റുള്ള മൃഗങ്ങളെ പോലെ അല്ലാന്നർത്ഥം. പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതാണ് സ്നേഹിച്ചിട്ട് കാര്യമില്ല, പുലി പുലിയാണ്. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. കുട്ടികളായാലും വലിയ ആൾക്കാർ, പ്രായമൊക്കെയുള്ള ആളുകളോട് ഒരിക്കലും ഒരു 6 മണി ഇരുട്ടായി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങരുത് ഏത് പറയണം. എല്ലാവരോടും ഒരു 10 മണിയാവുമ്പോഴേക്കും വീട്ടിന്റെ ഉള്ളിലേക്ക് കയറണം. 10 മണി കഴിഞ്ഞ ഒരു 3 മണി 4 മണി സമയമാവുന്നത് വരെ ഈ പുലിയുടെ സഞ്ചാരം ഇങ്ങനെയുള്ള സമയമാണ്. വിശന്നിട്ടാ പുറത്തേക്ക് ഇറങ്ങി. ആരെ കിട്ടിയാലും ഒരാളെ മുമ്പ് ഇങ്ങോട്ട് കിട്ടിയാ കടിച്ച അങ്ങോട്ട് തിന്ന് ചോര കുടി അങ്ങോട്ട് തിന്നെടുത്ത് തീർക്കും പുലി. കൊടകള് കേൾക്കുമ്പോ അപ്പൊ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നെ ഇപ്പൊ ഒരു
ഒരു അഭിപ്രായം പറയാനുള്ള എന്താ വെച്ചാൽ സംഗതി ഇപ്പൊ മെമ്പറും പറഞ്ഞ് അവിടെ ഇവിടെ ഒക്കെ കാൽപ്പാടുകൾ പുലിയുടെ കണ്ട് 3-4 ആൾക്കാർ കണ്ടവരുണ്ട് എന്ന് പറഞ്ഞു. ഇതൊന്നും വ്യക്തമായിട്ടുള്ള ഒരു അഭിപ്രായം ഇതുവരെ പുലിനെ കണ്ടു എന്ന് പറയണവരില്ല. അത് ഭാഗ്യം. പുലിയെ കണ്ടതാവില്ലല്ലോ. അല്ല കാൽപ്പാടുകൾ കണ്ടു എന്ന് പറയുന്നുണ്ടല്ലോ. അല്ല പറയാണ്, ചിലപ്പോ വെറുതെ പറഞ്ഞുണ്ടാക്കാലോ പറയോ. അതെ, അല്ല എന്നാലും സൂക്ഷിക്കണല്ലാണ്, നമ്മളൊക്കെ ഒന്ന് സൂക്ഷിക്കണല്ല. പേടിയില്ലെങ്കിലേ ഒറ്റയ്ക്ക് ഇറങ്ങി നടന്നോ? ഏയ് അതല്ല, വെറുതെ ഒരു തർക്കത്തിന് ഇടണ്ടാക്കണ്ട. അതായത് ആൾക്കാരുടെ ഉള്ളിൽ വല്ലാത്തൊരു പേടി വേണ്ട, അതാണ് പറഞ്ഞത്.